IPLിന്റെ ഈ സീസണിൽ തുടക്കം കുറച്ച് പാളിയെങ്കിലും പിന്നീട് ടൂർണമെന്റിലേക്ക് ശക്തമായി തിരിച്ചുവരവായിരുന്നു 5 പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുള്ള ടീം മുംബൈ ഇന്ത്യൻസ് നടത്തിയത്. ആദ്യത്തെ 5 മത്സരങ്ങളിൽ മുംബൈ ജയിച്ചിരുന്നത് 1-ൽ മാത്രമായിരുന്നു. ബാക്കിയുള്ള 4ഉം അവർ പരാജയപ്പെടുകയായിരുന്നു. ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനമായിരുന്നു മുംബൈക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് മുംബൈയുടെ വിജയത്തിനാണ് ടൂർണമെന്റ് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായി 6 വിജയങ്ങളുമായി തലപ്പത്ത് വരെ ടീം എത്തി. അവസാന കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു അവരുടെ വിജയക്കുതിപ്പിന് കൂടുതലും ബ്രേക്ക് ഇട്ടത്. നിലവിൽ ഇപ്പോൾ 12 കളിയിൽ നിന്നും 14 പോയിന്റുമായി 4ാമതാണ് മുംബൈ നിലനിൽക്കുന്നത്. 2 കളികൾ ബാക്കി നിൽക്കവേ മുംബൈക്ക് ഇപ്പോഴും പ്ലേ ഓഫ് ഉറപ്പില്ലെന്ന് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവസാന 2 കളിയും തോറ്റാൽ അവർ വലിയ കുഴപ്പത്തിലായിരിക്കും ആവുക. നിലവിൽ മികച്ച ഫോമിലാണെങ്കിലും മുംബൈ ചിലപ്പോൾ പ്ലേ ഓഫ് കാണാതെ പുറത്തായേക്കാനും സാധ്യതയുണ്ട്. അതിന് നിരവധി കാരണങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ ആദ്യം മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് എടുക്കുകയാണെങ്കിൽ പതിവ് പോലെ ഈ പ്രാവശ്യം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് മേൽ പ്രതീക്ഷകളുടെ അമിത ഭാരമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല പതിവ് പോലെ ഈ പ്രാവശ്യം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുംബൈക്ക് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ മാത്രമാണ്. 8 കളിയിൽ 6.68 എന്ന മികച്ച എക്കണോമി റേറ്റിൽ 13 വിക്കറ്റുകൾ ബുംറ നേടിയിട്ടുമുണ്ട്. എതിർ ടീം ബാറ്റർമാർ ഈ സീസണിൽ ബുംറയുടെ 4 ഓവറുകൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓവറുകൾ അതിജീവിക്കാൻ കഴിയുകയാണെങ്കിൽ മറ്റു ബൗളർമാരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നേരിടാമെന്ന കാര്യം അവർക്ക് നല്ല രീതിയിൽ വ്യക്തവുമാണ്. മാത്രമല്ല മുംബൈയുടെ മറ്റൊരു പേസറായ ദീപക് ചഹർ 12 കളിയിൽ 10 വിക്കറ്റ് എടുത്തു. എന്നാൽ 9.31 എന്ന മോശം എക്കണോമി റേറ്റ് ആണിത്. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള അവസാന കളിയിൽ മുംബൈയെ തോൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ചഹറായിരുന്നു. അവസാന ഓവറിൽ 15 റൺസ് പോലും പ്രതിരോധിക്കുവാൻ കഴിഞ്ഞിരുന്നുമില്ല. നോ ബോൾ ഉൾപ്പെടെ ഈ ഓവറിൽ എറിഞ്ഞത് ശരിക്കും ചഹർ വില്ലനായി മാറി. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11 കളിയിൽ 13 വിക്കറ്റ് എടുത്തെങ്കിലും എക്കണോമി റേറ്റ് 9.17 ആണ് നിലവിലുള്ളത്. ബൗളിംഗിൽ ബുംറ തന്റെ റോൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ബൗളിംഗിൽ മറ്റുള്ളവരിൽ നിന്ന് അത്രത്തോളം പിന്തുണ കിട്ടുന്നില്ല എന്നത് നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. അതേസമയം ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ മുൻനിര വളരെ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. മുൻ നായകൻ രോഹിത് ശർമ്മ, ഓപ്പണിംഗ് പങ്കാളി റയാൻ റിക്കൽട്ടൺ, വിൽ ജാക്സ്, അതുപോലെ സൂര്യകുമാർ യാദവ് എന്നിവരുടെ എല്ലാം പ്രകടനങ്ങളാണ് യഥാർത്ഥത്തിൽ മുംബൈയുടെ കുതിപ്പിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണങ്ങളെന്നത്. എന്നാൽ ബാറ്റിംഗിൽ ബാക്കിയുള്ളവരിൽ നിന്നും കാര്യമായ സംഭാവന മുംബൈക്ക് ലഭിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തിലക് വർമ്മ, നെമാൻ ദീർ, ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ എന്നിവർക്കൊന്നും ബാറ്റിംഗ് സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ നിലവിൽ കഴിഞ്ഞിട്ടുമില്ല. ചില കളിയിൽ സ്ഫോടനാത്മക ഇന്നിംഗ്സുകൾ കളിക്കാനായത് മാത്രമാണ് ഇവർക്ക് എടുത്തു പറയാൻ കഴിയുക. തിലക് 12 കളിയിൽ 246ഉം ഹർദിക് പാണ്ഡ്യ 11 കളിയിൽ 158ഉം അതുപോലെ ദീർ 12 കളിയിൽ 162 റൺസാണ് ആകെ സ്കോർ ചെയ്തിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് പാണ്ഡ്യ വരുത്തുന്ന ചില പിഴവുകളാണ് മൂന്നാമത്തെ പ്രധാന കാരണമെന്നത്. വളരെ ധൈര്യശാലിയും അതുപോലെ ചില സമയങ്ങളിൽ കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തതയും നായകനാണ് ശരിക്കും ഹർദിക് പാണ്ഡ്യ എന്ന താരം. എന്നാൽ മറ്റു ചില സമയങ്ങളിലാവട്ടെ അദ്ദേഹം ചില അബദ്ധങ്ങളും കാണിക്കാറുണ്ട്. ഹർദിക്കിന്റെ ചില ബൗളിംഗ് മാറ്റങ്ങളും ഫീൽഡിംഗ് ക്രമീകരണവുമെല്ലാം ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. GTയുമായുള്ള അവസാന കളിയിൽ ഹർദിക്കിന്റെ ഒരു തീരുമാനം ഇതിന് വലിയ ഉദാഹരണമായി പറയുവാൻ കഴിയും. 19ാം ഓവറിൽ 15 റൺസ് പ്രതിരോധിക്കാൻ അദ്ദേഹം ദീപക് ചഹറിനെ പന്ത് ഏൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ഒരു മോശം തീരുമാനമായിരുന്നു. ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മുംബൈ ടീം കിരീടമില്ലാതെ സീസൺ അവസാനിപ്പിക്കാനാണ് സാധ്യത കൂടുതലും.